ഫലസ്തീനെതിരെയുള്ള ആക്രമണവും അധിനിവേശവും തുടരുന്നതിനിടെ ഇസ്രായേൽ സൈന്യത്തിൽ വൻ കൊഴിഞ്ഞുപോക്കെന്ന് റിപ്പോർട്ടുകൾ. ഏതാനും മാസങ്ങൾക്കിടയിൽ 500-ലേറെ സൈനികർ IDF സേവനം ഉപേക്ഷിച്ചതായി ഹീബ്രു പത്രമായ ഇസ്രായേൽ ഹയോം റിപ്പോർട്ട് ചെയ്തു. മേജർ പദവിയിലുള്ള സൈനികരാണ് ഇവരെല്ലാമെന്നാണ് പത്രം സൂചിപ്പിക്കുന്നത്. 2024 മധ്യത്തിൽ ഗസയിലും ലബനാനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെയാണ് ഉയർന്ന റാങ്കിലുള്ള സൈനികർ വൻതോതിൽ സൈനിക സേവനം ഉപേക്ഷിച്ചത്. 2022 613 മേജർമാരാണ് IDF വിട്ടത്. 2023 ഒക്ടോബറിൽ ഗസയിൽ ആക്രമണം ആരംഭിച്ച ശേഷം കൊഴിഞ്ഞുപോക്ക് കുറഞ്ഞിരുന്നു. എന്നാൽ യുദ്ധം മാസങ്ങൾ നീണ്ടതോടെ സൈനിക സേവനം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വീണ്ടും ഉയർന്നിരിക്കുകയാണ്. 2025 ഇതിലും കൂടുതൽ പേർ സൈന്യം വിടുമെന്നാണ് ഇസ്രായേൽ ഹയോം സൂചിപ്പിക്കുന്നത്. മാസങ്ങളായി യുദ്ധഭൂമിയിൽ കഴിയുന്നതിലെ മാനസിക സംഘർഷവും ശാരീരിക യാതനകളുമാണ് സൈനികരുടെ കൊഴിഞ്ഞുപോക്കിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്നാൽ റിസർവ് സൈനികർക്ക് പൊതു അംഗീകാരവും ആകർഷകമായ സാമ്പത്തിക ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഇവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രത്യേക സഹായങ്ങളും സേവനങ്ങളും നൽകുന്നു. എന്നാൽ സ്ഥിരാംഗങ്ങൾക്ക് നിശ്ചിത ശമ്പളം മാത്രമാണ് യുദ്ധകാലത്തും ലഭിക്കുന്നത് എന്നാണ് IDF വിട്ട സൈനികർ പറയുന്നത്. സമാന സാഹചര്യങ്ങളിലാണ് റിസർവ് അംഗങ്ങളും സ്ഥിരാംഗങ്ങളും സൈനിക സേവനത്തിലുള്ളത്. സ്ഥിരം സൈനികർക്ക് കൂടുതൽ സമയവും കടുത്ത യുദ്ധമേഖലകളിലും പണിയെടുക്കേണ്ടി വരുന്നു. എന്നാൽ റിസർവ് സൈനികർക്ക് ബോണസുകളടക്കം 50,000 ഷെകൽ ഏകദേശം 11.5 ലക്ഷം രൂപ വരെ ലഭിക്കുമ്പോൾ IDF-ലെ സ്ഥിരാംഗങ്ങളുടെ ശമ്പളത്തിൽ കാര്യമായ മാറ്റമില്ല. അർഹിക്കുന്ന ആനുകൂല്യങ്ങളും നഷ്ടപരിഹാര തുകയും ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി ഇവർ മുന്നോട്ട് വന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്റെ മകനോടൊപ്പം റിസർവ് സൈനികരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട്. ഇവർക്ക് സ്കൂളിന്റെ പ്രത്യേക അംഗീകാരങ്ങളും സഹായങ്ങളും ലഭിക്കുന്നു. എന്നാൽ സൈന്യത്തിൽ സ്ഥിരാംഗമായ എന്റെ മകന് ഇതൊന്നുമില്ല. ഞാൻ ഗസയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണിത്. എന്റെ മകന് എങ്ങനെ ഇത് ഉൾക്കൊള്ളാനാകും? ഒരു സൈനിക കമാൻഡർ ഇസ്രായേൽ ഹയോമിനോട് വെളിപ്പെടുത്തിയതാണിത്. ലബനാനിലും ഗസയിലുമുള്ള സൈനിക നടപടികൾക്ക് പുറമെ ഇറാനിൽ നിന്നും ഹൂതികളിൽ നിന്നും ഭീഷണി നേരിടുമ്പോഴാണ് IDF-ൽ സൈനികരുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നത്. IDF വിട്ടുപോകുന്നവർക്ക് പുറമെ പുതിയ റിക്രൂട്ട്മെന്റിലും പ്രതിസന്ധി നിലനിൽക്കുന്നു. ജൂനിയർ ഓഫീസർമാർക്ക് പുറമെ കമാൻഡർമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന സൈനികരും വിവേചനം ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ടെന്നാണ് വിവരം. പ്രതിസന്ധി മറികടക്കാൻ IDF പരിഹാര നടപടികൾ തുടരുന്നുണ്ട് എങ്കിലും വേണ്ടത്ര ഫലപ്രദമല്ലെന്ന് ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. പരസ്യമായി പ്രഖ്യാപിക്കാതെ കമാൻഡർമാർക്ക് ആനുകൂല്യങ്ങൾ നൽകുകയും വിരമിക്കൽ കാലാവധി നീട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ കൂട്ടക്കൊഴിച്ചിൽ തടയാൻ ഇത് മതിയാകില്ലെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഈ പ്രവണത ഭീഷണിയായി മാറിയിരിക്കുകയാണെന്നാണ് IDF-ന്റെ നേതൃത്വവും ആശങ്കപ്പെടുന്നത്. വിദഗ്ധരും പരിചയസമ്പന്നരുമായ സൈനികരെയാണ് IDF-ന് നഷ്ടപ്പെടുന്നത്. ഇത് സേനാ നേതൃത്വത്തിൽ വലിയ ശൂന്യത തന്നെ സൃഷ്ടിക്കും. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സൈന്യത്തിന്റെ കാര്യക്ഷമതയെ തന്നെ ഇത് ബാധിക്കുമെന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നു.